ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5ഉം 6ഉം അധ്യായങ്ങളിൽ നിന്നുള്ള ഓപ്ഷനോട് കൂടിയ 65 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ഈ വരുന്ന ശനിയാഴ്ച, അതായത് 25/4/2026 രാത്രി 8 മുതൽ 10:30 വരെ നടത്തുന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഗലാത്യ 5:17 സമാനമായ വാക്യങ്ങൾ ഏത്? എ. റോമ 8:15 മുതൽ 23 വരെ. ബി. റോമ 7:15-23. സി. റോമ 7:15-25. ഡി. റോമ 6:15-23. ഉത്തരം ബി. റോമ 7:15-23. ചോദ്യം 2. ആരെ കബളിപ്പിക്കാനാവില്ല എന്നാണ് വചനം പറയുന്നത്? എ. കർത്താവിനെ. ബി. ദൈവത്തെ. സി. ക്രിസ്തുവിനെ. ഡി. സ്വന്തം മനസാക്ഷിയെ. ഉത്തരം ബി. ദൈവത്തെ. ചോദ്യം 3. ഗലാത്യ 5:20 എത്ര തരം ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്? എ. 9. ബി. 7. സി. 11. ഡി. 6. ഉത്തരം എ. 9. ചോദ്യം 4. പൂരിപ്പിക്കുക. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നതുകൊണ്ട് സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് ഡാഷ് ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. എ. യേശുക്രിസ്തുവിൽ. ബി. പരിശുദ്ധാത്മാവിൽ. സി. കൃപയിൽ. ഡി. വിശ്വാസത്താൽ. ഉത്തരം ഡി. വിശ്വാസത്താൽ. ചോദ്യം 5. എന്തു സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 5:2 പറയുന്നത്? എ. പരിച്ഛേദനം. ബി. അശുദ്ധിയെ. സി. മോശയുടെ നിയമം. ഡി. ദുഷ്ടാരൂപിയെ. ഉത്തരം എ. പരിച്ഛേദനം. ചോദ്യം 6. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ എന്തിന് എതിരാണ്? എ. ജഡമോഹങ്ങൾക്ക്. ബി. ജഡത്തിന്. സി. ജഡിക പ്രവണതയ്ക്ക്. ഡി. ജഡിക അഭിലാഷങ്ങൾക്ക്. ഉത്തരം ബി. ജഡത്തിന്. ചോദ്യം 7. ആരാണ് തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നത്? എ. ക്രിസ്തുവിനെ അറിഞ്ഞവർ. ബി. യേശുക്രിസ്തുവിനായി ജീവിക്കുന്നവർ. സി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ. ഡി. യേശുക്രിസ്തുവിനുള്ളവർ. ഉത്തരം ഡി. യേശുക്രിസ്തുവിനുള്ളവർ. ചോദ്യം 8. ആദ്യം പ്രതിപാദിക്കുന്ന ആത്മാവിൻ്റെ ഫലം ഏതാണ്? എ. സ്നേഹം. ബി. ആനന്ദം. സി. സമാധാനം. ഡി. ക്ഷമ. ഉത്തരം എ. സ്നേഹം. ചോദ്യം 9. ഒരുവൻ എന്തെങ്കിലും തെറ്റിൽ അകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ എപ്രകാരമാണ് അവനെ വീണ്ടെടുക്കേണ്ടത്? എ. സ്നേഹത്തോടെ. ബി. കാരുണ്യത്തോടെ. സി. ദയയോടെ. ഡി. സൗമ്യതയോടെ. ഉത്തരം ഡി. സൗമ്യതയോടെ. ചോദ്യം 10. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരുന്നാൽ ഭാവിയിൽ നമുക്ക് എന്ത് നേടാം എന്നാണ് ഗലാത്യ 6:9 പറയുന്നത്? എ. ദൈവരാജ്യം. ബി. സ്വർഗരാജ്യം. സി. നിത്യജീവൻ. ഡി. യഥാകാലം വിളവെടുക്കാം. ഉത്തരം ഡി. യഥാകാലം വിളവെടുക്കാം. ചോദ്യം 11. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഏത് തരം വിശ്വാസമാണ് സുപ്രധാനം? എ. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ. ബി. വിശ്വാസത്തിലൂടെ പ്രവർത്തനനിരതമായ. സി. ആത്മാവിലൂടെ പ്രവർത്തനരഹിതമായ. ഡി. സത്യത്തിലൂടെ പ്രവർത്തനനിരതമായ. ഉത്തരം എ. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ. ചോദ്യം 12. പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ലാത്തത് ആർക്കാണ് എന്നാണ് ഗലാത്യ 5:6 പറയുന്നത്? എ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്. ബി. വിജാതീയർക്ക്.
സി നിയമം പാലിക്കുന്നവർക്ക്, ഡി അബ്രാഹത്തിൻ്റെ മക്കൾക്ക്. ഉത്തരം എ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്. ചോദ്യം 13. ഗലാത്യ 6-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 22, ബി 18, സി 16, ഡി 17. ഉത്തരം ബി 18. ചോദ്യം 14. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ബി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു, സി ഉച്ഛിഷ്ടം പോലെയായിരിക്കുന്നു, ഡി തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഉത്തരം എ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ചോദ്യം 15. ആരെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്? എ സഹോദരനെപ്പോലെ, ബി സ്വന്തം ശരീരത്തെ എന്ന പോലെ, സി നിന്നെപ്പോലെ, ഡി ക്രിസ്തുവിനെപ്പോലെ. ഉത്തരം സി നിന്നെപ്പോലെ. ചോദ്യം 16. ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങളെ എന്തിനു നിർബന്ധിക്കുന്നതെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ പരിച്ഛേദനത്തിന്, ബി ബലിയർപ്പിക്കാൻ, സി പരിച്ഛേദന കർമ്മത്തിന്, ഡി നിയമം പാലിക്കാൻ. ഉത്തരം സി പരിച്ഛേദന കർമ്മത്തിന്. ചോദ്യം 17. ഈ പ്രേരണ ഉണ്ടായത് ഏതായാലും നിങ്ങളെ വിളിച്ചവനിൽ നിന്നല്ല. ഗലാത്യ 5:8. ഇവിടെ നിങ്ങളെ വിളിച്ചവൻ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എ പിതാവായ ദൈവം, ബി അപ്പസ്തോലന്മാർ, സി യേശുക്രിസ്തു, ഡി അബ്രാഹം. ഉത്തരം സി യേശുക്രിസ്തു. ചോദ്യം 18. ഒരുവൻ എന്തെങ്കിലും തെറ്റിൽ അകപ്പെട്ടാൽ ആത്മീയരായി നിങ്ങൾ അവനെ വീണ്ടെടുക്കുമ്പോൾ നിങ്ങൾ എന്തിൽ ശ്രദ്ധിക്കണം? എ നിങ്ങളും പാപത്തിൽ വീഴാതിരിക്കാൻ, ബി നിങ്ങളും അശുദ്ധരാകാതിരിക്കാൻ, സി നിങ്ങളും തെറ്റിൽ അകപ്പെടാതിരിക്കാൻ, ഡി നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ. ഉത്തരം ഡി നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ. ചോദ്യം 19. എന്തിൽ നിന്ന് വ്യത്യസ്തമായ യാതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് കർത്താവിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട് എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ എൻ്റെ പ്രസംഗത്തിൽ നിന്ന്, ബി എൻ്റെ പഠനത്തിൽ നിന്ന്, സി എൻ്റെ വീക്ഷണത്തിൽ നിന്ന്, ഡി എൻ്റെ ഉപദേശത്തിൽ നിന്ന്. ഉത്തരം സി എൻ്റെ വീക്ഷണത്തിൽ നിന്ന്. ചോദ്യം 20. എന്തിലേക്കാണ് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചത്? എ വിശുദ്ധിയിലേക്ക്, ബി നിത്യജീവനിലേക്ക്, സി നിത്യരക്ഷയിലേക്ക്, ഡി സ്വാതന്ത്ര്യത്തിലേക്ക്. ഉത്തരം ഡി സ്വാതന്ത്ര്യത്തിലേക്ക്. ചോദ്യം 21. ഏറ്റവും അവസാനം പ്രതിപാദിക്കുന്ന ജഡത്തിൻ്റെ വ്യാപാരം ഏതാണ്? എ മധുരോത്സവം, ബി മദ്യപാനം, സി വിദ്വേഷം, ഡി വിഭാഗീയ ചിന്ത. ഉത്തരം എ മധുരോത്സവം. ചോദ്യം 22. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എന്തിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ സ്നേഹത്തിലല്ലാതെ, ബി കുരിശിലല്ലാതെ, സി കൃപയിലല്ലാതെ, ഡി വചനത്തിലല്ലാതെ. ഉത്തരം ബി കുരിശിലല്ലാതെ. ചോദ്യം 23. പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ അല്ല, മറിച്ച് എന്തിനാണ് പരമപ്രാധാന്യം നൽകേണ്ടത്? എ പുതിയ സൃഷ്ടിയാവുക എന്നതിന്, ബി സ്നേഹത്തിൽ ഒന്നാവുക എന്നതിന്, സി കൃപയിൽ ജീവിക്കുക എന്നതിന്, ഡി ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കുന്നതിന്. ഉത്തരം എ പുതിയ സൃഷ്ടിയാവുക എന്നതിന്. ചോദ്യം 24. പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും വിശുദ്ധ പൗലോസ് വീണ്ടും ഉറപ്പിച്ച് പറയുന്നതെന്താണ്? എ അവൻ നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ്, ബി അവൻ ക്രിസ്തുവിനുള്ളവനല്ല, സി അവൻ വാഗ്ദാനത്തിന് യോഗ്യനല്ല, ഡി അവൻ സ്വതന്ത്രനല്ല. ഉത്തരം എ അവൻ നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ്. ചോദ്യം 25.
നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ എന്ന മുന്നറിയിപ്പാണ് വിശുദ്ധ പൗലോസ് നൽകുന്നത്. എ. വിഴുങ്ങുകയും കടിച്ചു കീറുകയും, ബി. കലഹിക്കുകയും വിഴുങ്ങുകയും, സി. കടിച്ചു കീറുകയും കലഹിക്കുകയും, ഡി. കടിച്ചു കീറുകയും വിഴുങ്ങുകയും. ഉത്തരം ഡി. കടിച്ചു കീറുകയും വിഴുങ്ങുകയും. ചോദ്യം 26. ജഡമോഹങ്ങൾ എന്തിന് എതിരാണ്? എ. ദൈവഹിതത്തിന്, ബി. ആത്മാവിന്, സി. വിശുദ്ധ ജീവിതത്തിന്, ഡി. പരിശുദ്ധാത്മാവിന്. ഉത്തരം ബി. ആത്മാവിന്. ചോദ്യം 27. ഗലാത്യ 5:13 വിശുദ്ധ പൗലോസ് ഗലാത്യരെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏത്? എ. സഹോദരരെ, ബി. കുഞ്ഞുങ്ങളെ, സി. മക്കളെ, ഡി. വിശുദ്ധരെ. ഉത്തരം എ. സഹോദരരെ. ചോദ്യം 28. ആർക്ക് ശിക്ഷ ലഭിക്കും എന്നാണ് ഗലാത്യ 5:10 വിശുദ്ധ പൗലോസ് പറയുന്നത്? എ. നിങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നവന്, ബി. നിങ്ങളെ വഴിതെറ്റിക്കുന്നവന്, സി. ദുഷ്പ്രേരണ നൽകുന്നവന്, ഡി. നിങ്ങളിൽ ഭീതി പടർത്തുന്നവന്. ഉത്തരം എ. നിങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നവന്. ചോദ്യം 29. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഗലാത്യ 5:16. ഇതിന് മുന്നോടിയായി വിശുദ്ധ പൗലോസ് പറയുന്നതെന്ത്? എ. സഹോദരരെ, ബി. മക്കളെ ഇത് കേൾക്കുവിൻ, സി. നിങ്ങളോട് ഞാൻ പറയുന്നു, ഡി. കുഞ്ഞുങ്ങളെ ഞാൻ പറയുന്നു. ഉത്തരം സി. നിങ്ങളോട് ഞാൻ പറയുന്നു. ചോദ്യം 30. എപ്രകാരം വ്യാപരിക്കാനാണ് ഗലാത്യ 5:16 വിശുദ്ധ പൗലോസ് പറയുന്നത്? എ. ആത്മാവ് നയിക്കുന്നത് പോലെ, ബി. ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച്, സി. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച്, ഡി. ആത്മാവിൻ്റെ അഭീഷ്ടപ്രകാരം. ഉത്തരം സി. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച്. ചോദ്യം 31. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ എന്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു? എ. സത്യത്തിൽ നിന്ന്, ബി. നന്മയിൽ നിന്ന്, സി. സ്വാതന്ത്ര്യത്തിൽ നിന്ന്, ഡി. കൃപാവരത്തിൽ നിന്ന്. ഉത്തരം ഡി. കൃപാവരത്തിൽ നിന്ന്. ചോദ്യം 32. പൂരിപ്പിക്കുക. നിങ്ങൾ നന്നായി ഡാഷ് സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് ആരാണ്? എ. അധ്വാനിക്കുന്നു, ബി. മുന്നേറിക്കൊണ്ടിരിക്കുന്നു, സി. പ്രവർത്തിക്കുന്നു, ഡി. അനുസരിക്കുന്നു. ഉത്തരം ബി. മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം 33. പരസ്പരം എന്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ എന്നാണ് വിശുദ്ധ പൗലോസ് ഉത്ബോധിപ്പിക്കുന്നത്? എ. സ്നേഹിച്ചുകൊണ്ട്, ബി. സഹായിച്ചുകൊണ്ട്, സി. സത്യം പറഞ്ഞുകൊണ്ട്, ഡി. ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്. ഉത്തരം ഡി. ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്. ചോദ്യം 34. എങ്ങനെ ഞാൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുരിശിൻ്റെ പേരിലുള്ള ഇടർച്ച ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ. പരിച്ഛേദനത്തിന് അനുകൂലമായി, ബി. അലസമായി, സി. ലൗകിക സുഖങ്ങളെക്കുറിച്ച്, ഡി. നിങ്ങൾക്ക് അനുകൂലമായി. ഉത്തരം എ. പരിച്ഛേദനത്തിന് അനുകൂലമായി. ചോദ്യം 35. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് വിശുദ്ധ പൗലോസ് ഉത്ബോധിപ്പിക്കുന്നത്? എ. സ്വതന്ത്രരാകണം, ബി. സ്ഥിരതയുള്ളവർ ആകണം, സി. സ്ഥിരതയോടെ നിൽക്കുവിൻ, ഡി. ക്രിസ്തുവിനായി ജീവിക്കുവിൻ. ഉത്തരം സി. സ്ഥിരതയോടെ നിൽക്കുവിൻ. ചോദ്യം 36. എന്തിനെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്നാണ് ഗലാത്യ 5:16 വിശുദ്ധ പൗലോസ് പറയുന്നത്? എ. ജഡമോഹങ്ങളെ, ബി. ശാരീരിക അഭിലാഷങ്ങളെ, സി. ജഡികാസക്തികളെ, ഡി. ദുർമോഹങ്ങളെ. ഉത്തരം എ. ജഡമോഹങ്ങളെ. ചോദ്യം 37. ഗലാത്യ 5:23 പ്രതിപാദിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ ഏതെല്ലാം? എ. ക്ഷമ, ദയ, ബി. ആനന്ദം, സമാധാനം, സി. സൗമ്യത, ആത്മസംയമനം, ഡി. നന്മ, വിശ്വസ്തത.
ഉത്തരം സി സൗമ്യത, ആത്മസംയമനം. ചോദ്യം 38. ഗലാത്യ 6-ാം അധ്യായത്തിൻ്റെ ആദ്യ തലക്കെട്ട് എന്ത്? എ പരസ്പരം ഭാരം വഹിക്കുക, ബി പരസ്പരം സ്നേഹിക്കുക, സി പരസ്പരം സഹായിക്കുക, ഡി പരസ്പരം വിശ്വസ്തത പുലർത്തുക. ഉത്തരം സി പരസ്പരം സഹായിക്കുക. ചോദ്യം 39. സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എന്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുത്? എ ലൗകിക സുഖത്തിനുള്ള, ബി ഭൗതിക സുഖത്തിനുള്ള, സി ലൗകിക സ്വാതന്ത്ര്യത്തിനുള്ള, ഡി ഭൗതിക സ്വാതന്ത്ര്യത്തിനുള്ള. ഉത്തരം ബി ഭൗതിക സുഖത്തിനുള്ള. ചോദ്യം 40. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധത്തിന് എന്ത് സംഭവിച്ചിരിക്കുന്നു? എ അവസാനിച്ചിരിക്കുന്നു, ബി തകർക്കപ്പെട്ടിരിക്കുന്നു, സി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, ഡി വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. ഉത്തരം സി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ചോദ്യം 41. ഗലാത്യ 6:16 സമാനമായ വാക്യം ഏത്? എ ഏശയ്യ 17:8, ബി സങ്കീർത്തനം 135:6, സി സങ്കീർത്തനം 125:7, ഡി സങ്കീർത്തനം 125:5. ഉത്തരം ഡി സങ്കീർത്തനം 125:5. ചോദ്യം 42. ഞാൻ എൻ്റെ ശരീരത്തിൽ എന്ത് ധരിക്കുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ കർത്താവിൻ്റെ അടയാളങ്ങൾ, ബി ദൈവത്തിൻ്റെ അടയാളങ്ങൾ, സി യേശുവിൻ്റെ അടയാളങ്ങൾ, ഡി മഹത്വത്തിൻ്റെ അടയാളങ്ങൾ. ഉത്തരം സി യേശുവിൻ്റെ അടയാളങ്ങൾ. ചോദ്യം 43. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുന്നതിനൊപ്പം തന്നെ എന്തിന് വിധേയരാകരുത് എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ പാപത്തിൻ്റെ അടിമത്തത്തിന്, ബി അടിമത്തത്തിൻ്റെ നുഖത്തിന്, സി പാപത്തിന്, ഡി അടിമത്തത്തിന്. ഉത്തരം ബി അടിമത്തത്തിൻ്റെ നുഖത്തിന്. ചോദ്യം 44. ഗലാത്യ 5-ാം അധ്യായത്തിൻ്റെ ആദ്യ തലക്കെട്ട് എന്ത്? എ ക്രിസ്തീയ സ്വാതന്ത്ര്യം, ബി ക്രിസ്തീയ വിശ്വാസം, സി ക്രിസ്തുവിലുള്ള ജീവിതം, ഡി സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളി. ഉത്തരം എ ക്രിസ്തീയ സ്വാതന്ത്ര്യം. ചോദ്യം 45. ആര് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല എന്നാണ് വചനം പറയുന്നത്? എ ക്രിസ്തു, ബി ദൈവാത്മാവ്, സി പരിശുദ്ധാത്മാവ്, ഡി ആത്മാവ്. ഉത്തരം ഡി ആത്മാവ്. ചോദ്യം 46. ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് കൊയ്തെടുക്കുന്നത് എന്താണ്? എ നിത്യജീവൻ, ബി നിത്യരക്ഷ, സി നല്ല ഫലം, ഡി നന്മ. ഉത്തരം എ നിത്യജീവൻ. ചോദ്യം 47. ഓരോ വ്യക്തിയും എന്ത് വിലയിരുത്തട്ടെ എന്നാണ് ഗലാത്യ 6:4 പറയുന്നത്? എ സ്വന്തം പ്രവൃത്തികൾ, ബി സ്വന്തം ചെയ്തികൾ, സി സ്വന്തം ജീവിതം, ഡി സ്വന്തം അവസ്ഥ. ഉത്തരം ബി സ്വന്തം ചെയ്തികൾ. ചോദ്യം 48. സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ എപ്രകാരമാണ് ദാസരെ പോലെ പരസ്പരം സേവിക്കേണ്ടത്? എ ബഹുമാനത്തോടുകൂടെ, ബി വിശ്വസ്തയോടെ, സി കാരുണ്യത്തോടെ, ഡി സ്നേഹത്തോടുകൂടെ. ഉത്തരം ഡി സ്നേഹത്തോടുകൂടെ. ചോദ്യം 49. ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? എ ദൈവത്തെ കബളിപ്പിക്കുന്നു, ബി സഹോദരനെ വഞ്ചിക്കുന്നു, സി തന്നെ വഞ്ചിക്കുന്നു, ഡി മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നു. ഉത്തരം സി തന്നെ വഞ്ചിക്കുന്നു. ചോദ്യം 50. എത്ര തരം ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് ഗലാത്യ 5-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്? എ 14, ബി 8, സി 15, ഡി 10. ഉത്തരം സി 15.
ചോദ്യം 51. എത്ര ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഗലാത്യ 5-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്? എ 10, ബി 9, സി 6, ഡി 8. ഉത്തരം ബി 9. ചോദ്യം 52. ഗലാത്യ 5:9 സമാനമായ വാക്യം ഏതാണ്? എ 1 കൊറിന്തോസ് 5:6, ബി 1 കൊറിന്തോസ് 5:7, സി 1 കൊറിന്തോസ് 5:8, ഡി 1 കൊറിന്തോസ് 5:9. ഉത്തരം എ 1 കൊറിന്തോസ് 5:6. ചോദ്യം 53. ഗലാത്യ 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തലക്കെട്ട് എന്ത്? എ ആത്മാവിൻ്റെ ഫലങ്ങളും ജഡത്തിൻ്റെ വ്യാപാരങ്ങളും, ബി ആത്മാവിൻ്റെ വ്യാപാരങ്ങളും ജഡത്തിൻ്റെ ഫലങ്ങളും, സി ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ വരങ്ങളും, ഡി ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും. ഉത്തരം ഡി ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും. ചോദ്യം 54. ഏത് തമ്മിൽ പരസ്പരം എതിർക്കുന്നത് നിമിത്തമാണ് ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നത്? എ ജഡമോഹങ്ങളും ആത്മാവിൻ്റെ അഭിലാഷങ്ങളും, ബി ജഡികാഭിലാഷങ്ങളും ആത്മാവിൻ്റെ മോഹങ്ങളും, സി നന്മയും തിന്മയും, ഡി സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും. ഉത്തരം എ ജഡമോഹങ്ങളും ആത്മാവിൻ്റെ അഭിലാഷങ്ങളും. ചോദ്യം 55. പരിശുദ്ധാത്മാവിലൂടെ എന്ത് ലഭിക്കുമെന്ന പ്രത്യാശയോടെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ നിത്യജീവൻ, ബി വിശ്വാസം വഴി നീതി, സി ദൈവരാജ്യം, ഡി വിശുദ്ധ ജീവിതം. ഉത്തരം ബി വിശ്വാസം വഴി നീതി. ചോദ്യം 56. മുഴുവൻ മാവിനെയും പുളിപ്പിക്കാൻ എന്തു മതി എന്നാണ് ഗലാത്യ 5:9 പറയുന്നത്? എ പുളിപ്പിൻ്റെ ഒരംശം, ബി ഒരു ദിവസം, സി അല്പം വിശ്വാസം, ഡി അല്പം പുളിപ്പ്. ഉത്തരം ഡി അല്പം പുളിപ്പ്. ചോദ്യം 57. ഗലാത്യ 5:26 പ്രതിപാദിക്കുന്ന പ്രവൃത്തികളിൽ പെടാത്തതേത്? എ പ്രകോപിപ്പിക്കുന്നവർ, ബി അസൂയപ്പെടുന്നവർ, സി അഹങ്കാരികൾ, ഡി വ്യർത്ഥാഭിമാനികൾ. ഉത്തരം സി അഹങ്കാരികൾ. ചോദ്യം 58. ഓരോരുത്തരും എന്ത് ചെയ്തേ മതിയാവൂ എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 6:5 പറയുന്നത്? എ സ്വന്തം ഭാരം വഹിച്ച്, ബി സ്വന്തം കുരിശു വഹിച്ച്, സി സ്വന്തം പാപം വഹിച്ച്, ഡി സ്വന്തം തെറ്റുകൾ വഹിച്ച്. ഉത്തരം എ സ്വന്തം ഭാരം വഹിച്ച്. ചോദ്യം 59. ഗലാത്യ 5-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 26, ബി 22, സി 28, ഡി 24. ഉത്തരം എ 26. ചോദ്യം 60. എന്തിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ യേശുക്രിസ്തുവിലൂടെ, ബി വചനത്തിലൂടെ, സി പരിശുദ്ധാത്മാവിലൂടെ, ഡി അബ്രാഹത്തിലൂടെ. ഉത്തരം സി പരിശുദ്ധാത്മാവിലൂടെ. ചോദ്യം 61. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് കൊയ്തെടുക്കുന്നത് എന്താണ്? എ ശാപം, ബി തിന്മ, സി നാശം, ഡി അനീതി. ഉത്തരം സി നാശം. ചോദ്യം 62. ആരാണ് നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവൻ? എ മോശയുടെ നിയമം പാലിക്കുന്ന ഓരോ മനുഷ്യനും, ബി പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും, സി പരിച്ഛേദനം നടത്തിയ ഓരോ മനുഷ്യനും, ഡി പരിച്ഛേദനത്തിന് വിധേയനായ ഓരോ മനുഷ്യനും. ഉത്തരം ബി പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും. ചോദ്യം 63. വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് ആർക്ക് നൽകണം എന്നാണ് വചനം പറയുന്നത്? എ തൻ്റെ അധ്യാപകന്, ബി പുരോഹിതന്, സി ദേവാലയത്തിന്, ഡി ദരിദ്രർക്ക്. ഉത്തരം എ തൻ്റെ അധ്യാപകന്. ചോദ്യം 64. പൂരിപ്പിക്കുക. ഈ നിയമം അനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും, അതായത് ഡാഷ് സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ. എ ദൈവമക്കൾക്ക്,
ബി ദൈവത്തിൻ്റെ ഇസ്രായേലിന്, സി വിശ്വസിക്കുന്നവർക്ക്, ഡി അനുസരിക്കുന്നവർക്ക്. ഉത്തരം ബി ദൈവത്തിൻ്റെ ഇസ്രായേലിന്. ചോദ്യം 65. അധ്യായവും വാക്യവും ഏത്? നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. എ ഗലാത്യ 5:25, ബി ഗലാത്യ 5:15, സി ഗലാത്യ 5:6, ഡി ഗലാത്യ 5:21. ഉത്തരം എ ഗലാത്യ 5:25. ഇതോടെ ഈ സെറ്റിലെ ചോദ്യോത്തരങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.